യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവിൻ. ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിക്കുന്നോ അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യേശു അവരോട് പറയുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ തന്നെ ഞാനും നിങ്ങളെ എന്ത് ചെയ്യുകയാണ്? ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. ഒന്ന് പറഞ്ഞേ, അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, പിതാവ് അയച്ചതുപോലെ തന്നെ യേശു എന്ത് ചെയ്തു? നമ്മളെയും എന്ത് ചെയ്തിരിക്കുക? അയച്ചിരിക്കുക. യേശുവിനെ എന്തിനു വേണ്ടിയാ ലോകത്തിലേക്ക് അയച്ചേ? ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. എന്തിനു വേണ്ടിയാ ലോകത്തിലേക്ക് യേശുവിനെ അയച്ചെന്ന് ചോദിച്ചാൽ, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാനും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതന്മാരെ വിടുവിച്ചയക്കേണ്ടതിനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. ഇന്ന് പകൽ നമ്മളെയും കർത്താവ് അയച്ചിരിക്കുന്നത്, പിതാവ് എന്തിനു വേണ്ടിയാണോ ലോകത്തിലേക്ക് യേശുവിനെ അയച്ചത് അതുപോലെ തന്നെ എന്നെയും നിങ്ങളെയും കർത്താവ് ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. ഒരു ചരിത്രം കുറിക്കാൻ, ഒരു പുതിയ ചരിത്രം കുറിക്കുവാൻ എന്നെയും നിങ്ങളെയും കർത്താവ് ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു.